ഫേക്ക് ഐഡികളെ തിരിച്ചറിയാനുള്ള കറാമത്ത് മുസ്താദ് ഉണ്ടോന്ന് കേട്ടോ. ആറ്റക്കോയത്തങ്ങളുടെ ഒരു പുതിയ വീഡിയോ കേട്ടോ. ആ വീഡിയോക്ക് സാക്ഷിയായ ആൾക്കാരാണ് ഇരിക്കുന്നത്. കാണിച്ചാൽ എന്താ വീഡിയോ എന്നുള്ളത്. അവര് ആ വീഡിയോ കാണിക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. നൂറെ ഹബീബ് ഹാമിദ് എസ്പിക്കോയ തങ്ങള് ഇയാള് ഈ ഇടയ്ക്കായിക്കൊണ്ട് ഫലായിലുകൾ പറയുന്ന വീഡിയോകൾ നമ്മുടെ ട്രൂത്ത് ആൻഡ് മിത്ത് എന്നുള്ള ചാനലിലാണ് അത് കൂടുതൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ച് കൂടിയിട്ടുണ്ട്. അയാൾക്ക് ഈ സാധാരണ ഈ വയറ്റുന്ന പോക്ക് പിടിക്കുക എന്ന് പറയില്ലേ, അതുപോലെയാണ്. അത് നേരോ സമയമൊന്നുമില്ലാണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഫലായിലുകൾ. ഈ ഫലായിലുകൾ പറയുന്ന കൂട്ടത്തിൽ ഒരു കുക്കുമോളുടെ കുക്കുമോൾ കമൻ്റ് അയച്ചത് ഇയാൾ വിളിച്ചു പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഏതോ കുക്കുമോള്, ഈ പേര് കേട്ടിട്ടെങ്കിലും ഈ മൊയന്തിനത് മനസ്സിലായില്ല. ലാസ്റ്റ് ഈ ഫലായിൽ വിളിച്ചു പറഞ്ഞു. ഫലായിൽ ശരിക്കും എല്ലായിടത്തും എത്തിയപ്പോൾ ആ കുക്കുമോൾ ആരാണ് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ഈ യുവാക്കൾ അവരുടെ ഒരു ഫേക്ക് ഐഡിയിൽ നിന്നും കുക്കുമോളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു. ആ കാര്യത്തിനുള്ള ഫലായിലാണ് ആറ്റക്കോയ പറയുന്നത്. അത് അവർ കാണിക്കുന്നുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ മജ്‌ലിസ് വല്ലാത്ത ബർക്കത്തുള്ള മജ്‌ലിസാണ്. എന്ത് ചോദിച്ചാലും ഉത്തരമാണ്. സുബ്ഹാനല്ലാഹ്, കുക്കുമോൾ എന്ന് പറയപ്പെടുന്ന ഒരു സഹോദരിന്റെ കമന്റാണ്. തങ്ങൾ എന്റെ ഗ്രൂപ്പിലുള്ള സീനത്താത്തയുടെ മകൻ ഒരു പെണ്ണുമായി പ്രണയത്തിലായിരുന്നു. അവളെ മാത്രമേ കല്യാണം കഴിക്കൂവെന്ന് പറഞ്ഞു വാശി പിടിച്ചു. കുടുംബത്തിലൊക്കെ വല്ലാതെ പ്രയാസങ്ങളായി. പിന്നെ ഒരു മിനിറ്റ്, ഇനി അതിൻ്റെ സത്യാവസ്ഥ എന്താണ്, ആരാണ് കുക്കുമോള്, എന്താണ് അതിൻ്റെ ഫലായില് എന്നുള്ളതൊക്കെ അവർ തന്നെ വിശദീകരിക്കേണ്ടത് നമുക്കൊന്ന് കേൾക്കാം. ഈ കുക്കുമോള് എന്നുള്ളത് നമ്മൾ ലൈവ് വാച്ച് ചെയ്യാൻ വന്നിട്ടുള്ളതാണ്. അപ്പൊ തമാശക്ക് ഒരു കമന്റ് ഇട്ടത് പോലെ നിങ്ങളിത് നോക്കിയാൽ ഈ കുക്കുമോൾ ഐഡിയ ആണ് ഇരിക്കുന്നത്. ഒരു കാര്യം പറയാനുള്ള എന്താ ദയവേത് നിങ്ങൾ ശപിക്കരുത്. കാരണം നമ്മൾ നിങ്ങൾ ലൈവ് കാണാൻ വേണ്ടിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കി. തീർച്ചയായിട്ടും അത് ഇപ്പൊ വീണ്ടും വന്നപ്പോഴേ ഉസ്താദ് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഫേക്ക് ഐഡിയിൽ വന്നിട്ട് വാച്ച് ചെയ്യാണ് നിങ്ങൾ എന്താണ് പറയണത്. രണ്ടു മുമ്പ് അസീന വന്നിട്ടുണ്ട്. ഇവന്റെ ഐഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു അസീന എന്ന് പറയുമ്പോൾ മാഷാ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഓരോ പെണ്ണുങ്ങളെ പേര് മാഷാ എന്ന് പറഞ്ഞത്? ഫേക്ക് ഐഡിക്ക് വേണ്ടിട്ട് നിങ്ങൾ ദുആ ചെയ്യണത്. ഫേക്ക് ഐഡികൾ വന്നിട്ട് ഓരോ കമന്റ് ഇടും. അങ്ങനെ കുക്കുമോളും ഇല്ല, കുക്കുമോളാണ് ഇരിക്കുന്ന ആള്. അസീനാത്തൊന്നും ഇല്ല, വെറുതെ പറഞ്ഞാണ്. അപ്പൊ ഇങ്ങനത്തെ ആളുകളെ തിരിച്ചറിയണം. ഇതിന് ഫേക്ക് ഐഡികളെ തിരിച്ചറിയാനുള്ള കറാമത്ത് മുസ്താദ് ഉണ്ടോന്ന് അറിയാം. ഫേക്ക് ഐഡി തിരിച്ചറിയാൻ പറ്റാത്ത ഇതുപോലെയുള്ള വലിയ വലിയ മജ്‌ലിസുകൾ നടത്തുന്ന ആളുകൾ അവർ ഒരു സ്ത്രീയുടെ പേര് കണ്ടാൽ പിന്നെ അവർക്ക് മാഷാ അല്ലാ അൽഹംദുലില്ലാ ഈ ഹസീനയുടെ സംബന്ധമായിക്കൊണ്ടുള്ള ഫലായിൽ ഈ എസ്പിക്കോയെ പറഞ്ഞത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുക്കുമോളുടെ ഫലായിലും നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെയുള്ള കള്ളവാദികളെക്കുറിച്ച് ഇവരിൽ നിന്നുള്ള ഒരു റഹ്മത്തുല്ലാത്ത കാസിമി പറയുന്ന ചെറിയൊരു വീഡിയോ കാണാം നമുക്ക്. 3 വിഭാഗം ആളുകളെ ഒരിക്കലും സഹവസിക്കരുത്. ഒന്ന് അൽ ജബാബിറത്തുൽ ഗാഫിലീൻ വൽ ഖുറാഉൽ മുദാഹിനീൻ വൽ മുതസവ്വിഫീനൽ ജാഹിലിയ്യീൻ. ജാഹിലീങ്ങളായ സൂഫികൾ അവർ ജനങ്ങളെ കാഫിറാക്കും. ഏതെങ്കിലും കള്ളത്തൊരീക്കത്തേരന്റെ തലയെ കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് തിരികെ വെച്ചിട്ട് നമ്മളെ കാഫിറാക്കും. ഒരാളെ മനസ്സിലായി സൂഫിയാണ് കുറച്ച് ദിക്ർ ചെല്ലുന്നെങ്കിൽ അവന്റെ പിന്നാലെ നടക്കൊന്നും ചെയ്യരുത്. അവൻ ആരായിരിക്കണം, അവൻ ശരീഅത്തിനെ കുറിച്ച് അറിവുണ്ടാകും. ശരീഅത്തിന് അറിവുണ്ടാകും. ശരീഅത്തിനെ പാലിക്കാൻ അവൻ തയ്യാറാകണം. ശരീഅത്തിന്റെ വിജ്ഞാനം അവനുണ്ടാകണം. വൽ മുതസവ്വിഫീനൽ ജാഹിലീൻ, ജാഹിലീങ്ങളായ സൂഫികൾ അവർ ഇഷ്ടം പോലെ കൂണ് പോലെ പൊങ്ങാണ് നമ്മളെ നാട്ടിൽ. ഒരു വിവരമല്ല. ഓൻ ദിക്റും ചൊല്ലി ഔലിയ നടക്കുക. എന്തല്ലേ ഇവിടെ അങ്ങനത്തെ ആളുകളില്ലേ? കർണാടകയിൽ ഇല്ലെങ്കിൽ ഞാൻ പിൻവലിച്ചു. ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ഈ നാട്ടിൽ പാർക്കാത്ത പോലെ ഇരിക്കല്ലേ. ഇവിടെ ഉണ്ടോ എന്നല്ല എന്റെ ചോദ്യം, ദുനിയാവിലുണ്ടോ? ദുനിയാവിലുണ്ട്. ഇവിടെ മണ്ണാർക്കാട് നിന്ന് കോഴിക്കോട് ഭാഗത്തു നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ മണ്ണാർക്കാട് എത്തുന്നതിന് മുമ്പ്, പാലക്കാട് ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ മണ്ണാർക്കാട് ടൗൺ കഴിഞ്ഞ് കുറച്ചുകൂടെ പോയിട്ട് മേലേക്കുടക്കാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഔലിയയുടെ എന്ന് പറയപ്പെടുന്ന ആളുടെ ഒരു ബ്ലണ്ടർ കറാമത്താണ് ഇപ്പോൾ നമ്മളിവിടെ കാണിച്ചത്. ഫലായിൽ പറഞ്ഞുള്ള ഫേക്ക് ഐഡിക്കൊക്കെ ഫലായിൽ പറയാണ്. ഫേക്ക് ഐഡിയിൽ വന്നിട്ട് ഒരാൾ പറയാണ് ഞാൻ നിങ്ങളെ മജ്‌ലിസ് കണ്ടിരുന്നു എന്നിട്ട് എൻ്റെ കോഴി മുട്ടട്ടു എന്നിട്ട് പറഞ്ഞാൽ അതും ഇയാൾ വിളിച്ചു പറയും.
അതേപോലെ തന്നെ കോഴി അപ്പിട്ടു എന്ന് പറഞ്ഞാൽ അതും ഇയാൾ വിളിച്ചു പറയും. എന്താണ് അതിൽ കമൻറ്റ് വരുന്നത്, ആ കമൻറ്റ് അങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് ഇയാളെ ഫലായിൽ. നമ്മൾ 1-2 വീഡിയോയിൽ പറഞ്ഞു, ഇയാളുടെ ഫലായിൽ എന്ന് പറഞ്ഞാൽ ഈ ഫലായിലും പുറത്താരും പറയുന്നില്ല, ഇയാൾ മാത്രം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഫലായിലുകളാണ് നിങ്ങളൊക്കെ കേട്ടിട്ട് വീണ്ടും വീണ്ടും ആ മജ്ലിസ് കാണുവാനും, അതുപോലെ ജാഹിലീങ്ങളായ സൂഫിയാക്കൾ എന്നാണ് പറഞ്ഞത്. കുറേ ദിക്റിയല്ലുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ നിങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞാൽ അത് പറയാനുള്ള അറിവെങ്കിലും ഈ റഹ്മത്തില്ലാത്ത കാസിമിക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഈ കാര്യം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, മനസ്സിലാക്കുക, ഇതുപോലെയുള്ള കള്ളവാദികളായ ദജ്ജാലൂന കെദാബൂനകളായിട്ടുള്ള ഈ കള്ളന്മാരെ നിങ്ങൾ തിരിച്ചറിയുക തന്നെ വേണം. ഇവർ നിങ്ങളെ നന്നാക്കാനൊന്നുമല്ല, അവരുടെ ബാങ്ക് ബാലൻസ് കൂട്ടുവാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി ഇയാൾ തന്നെ വേറൊരു തങ്ങളെ വെളുപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് കാണിക്കാനുള്ളത്. ഇപ്പൊ എല്ലാരും സാദിഖലി തങ്ങളെ ബാക്കിലാണ്. ഓളെ സാദിഖലി തങ്ങളെ കേക്ക് മുറിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആക്ഷേപങ്ങൾ വരുന്നത്. ഈ നൂറെ ഹബീബ് കാണുന്ന മുത്തുമണികളോട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. അവർ അഹ്ലുൽ ബൈത്താണ്, അവരല്ലാന്റെ റസൂലിന്റെ പേരക്കുട്ടികളാണ്. എന്നാൽ നിങ്ങളാരും അവരെ ഒന്നും നിങ്ങൾ പറയരുത്. അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ വെല്ലിപ്പവർക്ക് ക്ഷമിച്ചു കൊടുക്കും. അതുകൊണ്ട് നിങ്ങൾ യാതൊരു കാരണവശാലും സാദിഖലി തങ്ങളല്ല, ഏത് തങ്ങളാണെങ്കിലും, നമ്മളെ നാട്ടിലുള്ള തങ്ങളാണെങ്കിലും ഒരു തങ്ങളെ കുറിച്ച് നിങ്ങൾ കുറ്റം പറയരുത്. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടികളോ. ഇന്ന് ഉസ്താദുമാര് കുറ്റം പറയുന്നതോ ഉസ്താദുമാര് ലൈവിടുന്നതൊക്കെ അവർക്ക് യൂട്യൂബിലൂടെ പൈസ കിട്ടാൻ വേണ്ടിയാണ്, അവര് സുബ്ഹാനല്ലാഹ് ലൈക്കിന് വേണ്ടിയാണ്. അവര് ആഖിറം പരാജയമാണ്, അവരാഖിറം പരാജയമാണ്. പിന്നെ കുറിച്ചിട്ട് 1-2 മൊയ്ലിമാരൊക്കെ ഇത് കേട്ടോ. അല്ലാ, നാളെ ഖാലിഖായ പടച്ചിറപ്പ്, നാളെ ഖാലിഖായ പടച്ചിറപ്പ് കൊടുക്കും. എന്ത് നമ്മളെ വല്യപ്പാനോട് നമ്മളെ സങ്കടങ്ങൾ മൂടാണ്. അതുകൊണ്ട് വല്യപ്പ പുറത്തു കൊടുക്കുന്ന പറഞ്ഞത്. അപ്പൊ അല്ല ഇവരെ വല്യപ്പെ പൊറുക്കുന്നവൻ അല്ലാണ്. എന്താണ് ആറ്റക്കോയെ, എന്ത് വിവരക്കിടക്കാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വിവരല്ലെങ്കിൽ മിണ്ടാതിരുന്നൂടെ? ഈ ആളുകൾ എങ്ങനെ പഴപ്പിക്കണോ? സാദിഖലി തങ്ങളല്ല, ഏത് തങ്ങളാണെങ്കിലും ഇത് കഴിഞ്ഞാൽ അത് വിളിച്ചു പറയും. ദീനുൽ ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ കടത്തി കൂട്ടിക്കഴിഞ്ഞാൽ അത് വിളിച്ചു പറയും. വിളിച്ചു പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഈ പറയണത്. ഈ ആറ്റക്കോയുടെ എത്ര വിവരക്കേടുകൾ നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം എന്താ ഇവിടെ ലോകം അവസാനിച്ചോ? ആകാശം പൊട്ടി വീണോ? ഞാൻ പൊട്ടിപ്പിളർന്നോ? അതോ ഭൂമി പിളർന്ന് ഞാൻ അകത്തേക്ക് പോയോ? ഒന്ന് പൊയ്ക്ക തങ്ങളെ അവിടുന്ന്. ഇല്ലാത്ത കാര്യങ്ങൾ, തെറ്റുകൾ, ജഹാലത്ത് ചെയ്താൽ അത് ജാഹിലാണെന്ന് പറയും. അത് ഇജ്ജാണെങ്കിലും പറയും, വേറെ ഏത് തങ്ങളാണെങ്കിലും പറയും. എന്തേ കുഴപ്പമുണ്ടോ? കാര്യം ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടല്ലേ, ഉള്ളത് പറയൂ, ആരും കുറ്റം പറയില്ല എന്നുള്ളതാണ് പറയാനുള്ളത്.